ഇപ്പോൾ ഈ അടുത്തിടെ ഇറക്കിയപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. എൻ്റെ മോളുടെ ചെവിക്കകത്ത് വേദന വന്ന് ചെവിക്കായാണെന്ന് വിചാരിച്ചാണ് ബഡ്സിട്ട് നോക്കിയപ്പോൾ ബഡ്സിനകത്ത് ബ്ലഡ് വന്ന് അങ്ങനെ കുരുപ്പാണെന്ന് വിചാരിച്ച് അതങ്ങ് കളഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോൾക്ക് വേദന കൂടി ഇതേ കണക്ക് ബ്ലഡ് വന്ന് അങ്ങനെയാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരും പറഞ്ഞ് ചെവിക്കായാണെന്ന് പറഞ്ഞ് അങ്ങനെ 2 ദിവസം മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് 2ാമത്തെ ദിവസം രാത്രി കുഞ്ഞിന് അതികഠിനമായ വേദന തോന്നി. കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് എന്താണ്ടൊക്കെയോ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന കണക്ക് തോന്നി. പേടിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ഓടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെവിക്കകത്ത് ഹോളില്ല, അതുകൊണ്ടാണ് വരാൻ പാടാണ്, അതുകൊണ്ടാണ് ചെവിക്കായ തന്നെ എന്നുള്ളത് അവർ പറഞ്ഞു. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആ വേദനയും കൊണ്ട് എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ ചെവിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ടീച്ചർ കണ്ടപ്പോൾ ടീച്ചറിന് പേടിയായി, ബ്ലഡൊക്കെ പോകുന്ന കാരണം. ടീച്ചർ തന്നെ കെർഫ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് മോളെ കാണിച്ചപ്പോൾ എൻഡോസ്കോപ്പി ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നതായിട്ട് ക്യാമറ കടത്തി വിട്ടപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എൻഡോസ്കോപ്പിക്കകത്ത് എന്തോ മാംസത്തിൻ്റെ ഒരു ഇതുപോലെ കാണുന്നു, നമുക്ക് HRCT എടുത്തൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ HRCT എടുത്തപ്പോൾ അത് തലച്ചോറിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ എന്ന് അറിയത്തില്ല, മാംസം കിളിച്ചിറങ്ങി നിൽക്കുന്നു. പക്ഷേ ഇത് ഓപ്പറേഷൻ ഉടൻ തന്നെ എടുക്കണം, അല്ലാതെ പറ്റത്തില്ല, ബയോപ്സിക്കും വിടണമെന്ന് പറഞ്ഞു. 4.5 വർഷം ആവാതിരുന്ന് ഒരുപാട് നേർച്ചകളിട്ടായ മോളായത്. എനിക്ക് അമ്പലത്തിൽ നിന്ന് ആസനം വായിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കും. അതായത് ഇന്നലെ പോയി അഡ്മിറ്റ് ആവണമായിരുന്നു ഹോസ്പിറ്റലിൽ. ഞാൻ ഇവിടെ വിളിച്ച് ആരാ എടുത്തതെന്ന് അറിയത്തില്ല ഫോൺ, സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്ന് കരഞ്ഞത്. എൻ്റെ മോളെയും കൊണ്ട് ഓപ്പറേഷന് പോയി എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അത്യാവശ്യം. കാരണം ബയോപ്സി എന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ 2ഉം കഴിഞ്ഞ് സിസ്റ്റർ ചോദിച്ച് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പം പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാതാവിൻ്റെ കാശ് രൂപമായിട്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി, ഒരു കുഴപ്പമില്ലാതെ ഇതേ കണക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞാൻ അപ്പോഴേ എൻ്റെ മോളെ കൊണ്ട് കയറി തൂകും, ഞാൻ തിരിച്ച് ജീവനോട് വരത്തില്ല മാതാവേ, എൻ്റെ മോളെ ഞാൻ വേദനയ്ക്ക് അടിമയാകത്തില്ലെന്ന് പറഞ്ഞു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് തേനും കൊടുക്കും, ഉപ്പും എല്ലാം കൊടുക്കും, ഉടമ്പടി തൈലം തേച്ച് എല്ലാം കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി അവർ അഡ്മിറ്റ് ചെയ്ത്. വൈകുന്നേരത്ത് എൻ്റെ മോളെ ടെസ്റ്റിനായിട്ട് സിസ്റ്റർമാർ വിളിച്ചുകൊണ്ട് പോയി. മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ജോഷ്ന എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞ് നാളെ ഓപ്പറേഷൻ അല്ലേ, അപ്പം എന്തായാലും ചെവി ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് റൂമിൽ പോയി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ചേട്ടനൊരു ഡൗട്ട് തോന്നി. ആ ചേട്ടൻ ഒന്നുകൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പം ചെവിയിൽ ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ ചേട്ടൻ പേടിച്ചു. ആ ജോഷ്ന എന്ന് പറയുന്ന ഡോക്ടർ വന്ന് നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. അങ്ങനെ എന്നെ മെയിൻ ഡോക്ടർ സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് വിട്ട്. സുനിൽ ഡോക്ടറും നോക്കിയിട്ട് കണ്ടില്ല. സുനിൽ ഡോക്ടർ പറഞ്ഞ് എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്ന, നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ മോളുടെ ചെവി നേരെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് ഒന്നുകൂടി സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല.